നമ്മുടെ ചങ്ങമ്പച്ചമ്പർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു സ്കൈ ബ്ലോക്ക് സീരീസാണ് ഞാൻ നോക്കുന്നത്. ഇത് കുറച്ച് എപ്പിസോഡേ ഉള്ളൂ കേട്ടോ. നമ്മൾ എൻ്റർ ഡ്രാഗൺ അങ്ങ് തീർത്തിട്ട് നമ്മൾ ഈ ഒരു സെർവർ മൊത്തം ക്രഷ് അപ്പോൾ മൊത്തം തീർക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു പനിയുണ്ട് കേട്ടോ. അപ്പം സൗണ്ടിലൊക്കെ കുറച്ച് തേംസും വരും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സുഖമില്ല. 2 ആഴ്ചയായിട്ട് കിടിലം പനിയാണ്. ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. ഇവിടെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള സാപ്ലിൻ്റെ നമ്മുടെ മരം വന്നിട്ടുണ്ട്. ഇത് സാധാരണ 3 ലോകമാണ് വേണ്ടത്. ഇവന്മാർ ഉടായ്പ കാണിച്ച് 2 ലോകം വെച്ചിട്ടുള്ളൂ. ഞാൻ കുറേ സ്കൈ ബ്ലോക്ക് വീഡിയോയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പോച്ചൊക്കെ വെട്ടിക്കളയാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുഡ് കിട്ടാൻ സാധ്യതയില്ല. ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി. പിന്നെ നമുക്ക് ഫ്ലവറൊക്കെ വേണം. ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. സ്പെഷ്യൽ സ്കൈ ബ്ലോക്കാണ്. ഇത് എനിക്ക് പണ്ടെങ്ങാണ്ട കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി കുറേ ഈ സെർവറൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഈ റാഫ്റ്റിൻ്റെ ഇതൊക്കെ 2 എണ്ണം ഞാൻ കണ്ടുപിടിച്ചിരുന്നു കേട്ടോ. അപ്പം ഈ 2 എണ്ണവും അതിൻ്റെ ഒരെണ്ണം ഈ ഒരു കടലിൽ നിന്ന് ഇട്ടേക്കായിരുന്നു. ഒരു കടലിൽ തന്നെ ഇട്ടേക്കായിരുന്നു. വേറെ ഒന്നുമില്ലായിരുന്നു. ഒരു കടലിൽ തന്നെ നമ്മൾ ഇട്ടേക്കുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മോഡൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് അടുത്ത കോപ്പി വേൾഡ് ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് ക്രിയേറ്റീവ് വേൾഡ് നോക്കി. ഇപ്പം മരക്ക് ഉടായ്പാണ് കാണിക്കണതെന്ന് അറിയാൻ വേണ്ടി ഇപ്പം നോക്കി അമ്മമാർ ഉടായ്പാണ് കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനൊന്നും അത്രയ്ക്കും സുഖം പിടിച്ചില്ല. ഞങ്ങൾ അത്രയ്ക്ക് വീഡിയോ ഇട്ടാലൊന്നും ഓടത്തില്ല. ഞാൻ പിന്നെ കൂടുതൽ ഈ ഇതൊക്കെ കളിച്ചുകൊണ്ട് ഞാൻ മിക്കതും ഇതൊക്കെ കളിക്കാറില്ല. ഈ സ്കൈ ബ്ലോക്കൊക്കെ ഞാൻ കളിക്കാറില്ല. എനിക്ക് നല്ല പ്രാക്ടീസുണ്ട്. അപ്പം ഈ ഒരു ബ്ലോക്കാണ് നമ്മുടെ സ്പോണിൻ്റെ ബ്ലോക്ക്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടേക്കണം. ഇത് ഈ ഒരു സെർവറിൽ മാത്രമേ കാണത്തുള്ളൂ. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഒരു പരിപാടി കാണിച്ചു തരാം. ഇവിടെ 2 ഇങ്ങനെ ഒരു കുഴി എടുക്കുക. ഇവിടെ 2 കുഴി ഇങ്ങോട്ടങ്ങ് എടുക്കുക. ഡേറ്റൊക്കെ എടുക്കണം. കാരണം ഡേറ്റൊക്കെ അമൂല്യമാണ്, പാഴാക്കരുത്. പിന്നെ ഇതങ്ങ് പോകുമ്പോൾ ഇവിടെ കുറേ ബ്ലോക്ക് ഇങ്ങനെ ഉണ്ട്. പിന്നെ 2ാമത്തെ റാഫ്റ്റ് സംഭവം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാക്ക് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കൊന്നും കളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വാട്ടർ സോഴ്സ് എടുത്ത് ഇങ്ങോട്ട് നോക്കണം. എന്നിട്ട് അടുത്ത് ഈ ലാവ ബക്കറ്റില്ലേ അതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കണം. എനിക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട്. 2 സ്കൈ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് നമ്മുടെ ഈ എമറാൾഡ് ഡൈക്കോണില്ലേ, എമറാൾഡ് ഡൈക്കോൺ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർത്തിട്ട് നമ്മുടെ മറ്റേ സ്കൈ ബ്ലോക്ക് നോക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. കുറേ ഞാനിപ്പം മൊത്തത്തിൽ 4 കോബിൾ സ്റ്റോൺ പൊട്ടിച്ച് അതിൽ 2 എണ്ണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറേ കോബിൾ സ്റ്റോൺ കിട്ടി. ഇതാണ് ലെവൽ 1 കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഇനി നമുക്ക് ഇനിയും മാക്സ് ആക്കി എടുക്കാം. അതിന് നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്യണം. അതിന് ഫസ്റ്റ് സ്റ്റോൺ പിക്കാക്സ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇനി അടുത്ത അപ്ഗ്രേഡ് നമുക്ക് സ്ലാബ്. എന്തിനല്ലേ സ്ലാബ്? നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങളിവിടെ ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ സ്ലാബ് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിവിടെ ഇരുന്ന് മെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്നിട്ട്
അടുത്ത പരിപാടിക്ക് നമുക്ക് ഇത് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ലാഭവും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പോകണമെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ലാഭം ഉണ്ടെങ്കിലേ ഉള്ളൂ. അവിടെയൊക്കെ കുറേ ഷീപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ചിലപ്പോൾ നമുക്ക് എന്തിനാ ഷീപ്പ് അവിടെ വെച്ചതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. നോക്കാം. കോബിൾ സ്റ്റോൺ നമ്മെ പൊട്ടിക്കാം. ഇതാണ് സെക്കൻഡ് ലെവല്. ഇതാണ് സെക്കൻഡ് ലെവല്. തേർഡ് ലെവലാക്കി കാണിച്ചു തരാം. അല്ല, ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന ഫോർത്താണ്. ഞാൻ സെക്കൻഡ് ലെവലാണ് ഈ സ്റ്റോൺ പിക്കാക്സ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് തേർഡ് ലെവല് ഈ ഒരു സെറ്റപ്പ് പണിത്, ഫോർത്ത് പ്ലാങ്ക്സ് വെക്കുന്നത്. നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ സ്പീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. നമ്മുടെ പിക്കാക്സ് സൂപ്പറായിരിക്കുക. രണ്ടാമത് ഒരു ക്രൈയിങ് ഒബ്സിഡിയനോ നെതറൈറ്റ് ബ്ലോക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആക്സൊക്കെ ഉള്ളത് നമുക്ക് വേണ്ടത്. വുഡൻ പിക്കാക്സൊക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി കോബിൾ സ്റ്റോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മരം നമുക്ക് മൊത്തത്തിലങ്ങ് വീഴ്ത്തിങ്ങെടുക്കാം. പിന്നെ അവർ നമുക്ക് 10 ബൊൺമിൽ തന്നിട്ടുണ്ട്, കൂടെ ഒരു സപ്ലിങ് തന്നിട്ടുണ്ട്. ഒരു ഭീകരനാണ് ഗൈസ്. പിന്നെ ചുമ്മയാണ് ഭീകരൻ. തുടങ്ങാം. ഒരു കാര്യം ചെയ്യാം, ഈ പ്ലാങ് നമുക്കങ്ങ് എടുക്കാം. എന്നിട്ട് ഇപ്പം തന്നെ ഒരു ഫുഡ് സോഴ്സ് ഞാനങ്ങ് പണിയാൻ പോവാം. നമുക്ക് ഫസ്റ്റ് മൊത്തം പിച്ചച്ചട്ടിയാണ്. ഡേറ്റൊക്കെ അങ്ങോട്ട് പോയാ പിന്നെ ഞാൻ ചീറ്റൊന്നും ഓണാക്കിയിട്ടില്ല. കീപ്പ് ഇൻവെർട്ടറി ഒന്നും ഞാൻ ഓണാക്കിയിട്ടില്ല. 1 സ്റ്റിക്ക്, 1 എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റിക്ക്. നമുക്ക് ഹോ വേണം. ഹോ എടുത്തിട്ട് ഫുഡ് സോഴ്സ് 1, 2, 3 ഇവിടം വരെ ഇടാം. സീഡ് സ്ലാബ് എന്ന് പറയുന്നൊരു ഫുഡ് ബ്ലോക്ക് അല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയ്ക്കും കുഴപ്പമില്ല. എൻ്റെ പൊന്നെ, പിന്നെ ഒരു കുത്തി മൈനിങ് ആണ്. ഇവിടെ നിന്ന് അങ്ങ് മൈനിങ്. എൻ്റെ മൈൻ ബേബി മൈൻ. ഇപ്പം ഇനി കിട്ടിയേക്കാൻ മതി. നമുക്ക് മൊത്തത്തിൽ 15 ഇത് കിട്ടിയിട്ടുണ്ട്. 30 സ്ലാബ്, അതായത് 31 സ്ലാബ്. ഞാൻ പിന്നെ കണക്കിലൊക്കെ പണ്ടേ പുലിയ എങ്കപ്പത്തക്ക് തോന്നണൊക്കെ അടിച്ചിട്ടേക്കാണ്. തമിഴൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഒരു പിന്നെ സുഖം. മിസ്ക്ലിക്ക്. ഞാൻ നോക്കൊന്നും അല്ലല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓരോരുത്തവർക്കും സ്കൈ ബ്ലോക്ക് കളിക്കുന്നത് അവർക്ക് ഒരു രീതിയുണ്ട്, അവരവരുടേതായിട്ടുള്ള ഒരു രീതി. അത് പിന്നെ നമ്മൾ ബൈ ദ വൈ ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ന്യൂ ഇയർ. രണ്ടാമത്തെ മിസ്ക്ലിക്ക്. ഈ സർവറോടങ്ങിട്ട് രണ്ടാമത്തെ മിസ്ക്ലിക്ക്. ഈ സ്ലാബൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് ഈ മരം പൊട്ടിച്ചങ്ങ് എടുക്കാൻ. ഇല്ല, മൂന്നാമത്തെ മിസ്ക്ലിക്ക്. എന്നതാടാ ഇത്? പിന്നെ ഇനി നമുക്ക് ഉള്ളതെല്ലാം മരം പൊടിച്ചെടുക്കാം.
എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഹോയുണ്ടല്ലോ സെക്കൻഡ് നമുക്ക് ഈ ലീവ്സൊക്കെ നമുക്ക് പെട്ടെന്ന് മുറിക്കാൻ നമുക്ക് ഹോ യൂസ് ചെയ്യാം. ഹേബലൊക്കെ നമുക്ക് ഈ വില്ലേജസൊക്കെ നമുക്ക് പെട്ടെന്ന് വില്ലേജൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ലൂട്ട് ചെയ്യാൻ ഹോ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും കേട്ടോ. ഞാൻ ഒരു 2-3 വർഷമായി മൈൻക്രാഫ്റ്റ് കളിക്കണം. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 2 സബ് സ്കൈ പീസ് ആയിരുന്നെങ്കിൽ ക്രൗച്ച് ചെയ്ത് കഴിഞ്ഞാൽ മരം വളരുമായിരുന്നു. ഇതിപ്പോൾ സ്കൈ പീസ് തന്നെ നോർമൽ സ്കൈ ബ്ലോക്കാ. ചുമ ഈ ചുമയ്ക്ക് പിന്നെ ചുമയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കത്തില്ലല്ലോ. ഞാൻ എൻ്റെ പണി കേട്ടെ. ഈ സ്റ്റോൺ പിക്കാക്സ് ഒരു എന്നാണ് നെതറേറ്റ് എഫിഷ്യൻസി മെൻഡിങ് ഉള്ള പിന്നെ ഒരു ക്രീപ്പർ ഫോം അത്രയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയുന്ന കൊബിൾ സ്റ്റോൺ ഉണ്ടല്ലോ, ഈ പറയുന്ന കൊബിൾ സ്റ്റോൺ നമുക്ക് കുറേ വേണം. കാരണം നമുക്ക് മോഫാം ഉണ്ടാക്കാനുള്ളതാണ്. അതിനെന്തോ ഉണ്ടോ അതിന് പോയി നമുക്ക് വെള്ളമില്ല, വെള്ളം നമുക്കില്ല. ഈ മോഫാം ഉണ്ടാക്കാൻ നമുക്ക് വെള്ളം വേണം. പിന്നെ വെള്ളമില്ലാത്ത വേണി എനിക്കിങ്ങനെ ഇറങ്ങിവിടാം. എനിക്ക് മൊത്തത്തിൽ 2 മോഫാം അറിയാം. ഒരു സാധാരണ മോഫാമും പിന്നെ ഞാൻ എൻ്റേതായിട്ടുണ്ടാക്കിയ മോഫാം. അത് നമ്മുടെ ഇതില്ലേടാ എന്നാ ഒരു വലിയൊരു പില്ലറിൽ 4 ശാഖകൾ, ആ ശാഖകളിൽ 3 ബൈ അല്ലെങ്കിൽ 2 ബൈ വിടുത്തുള്ള ഇത്, അതായത് 2 ബ്ലോക്ക് ഈ തടി 2 ബ്ലോക്ക് തടിച്ച ഇതുണ്ടാവും. പിന്നെ 2 തടിച്ചും ഉള്ള ബ്ലോക്കോ 3 തടിച്ചുള്ള ബ്ലോക്കോ. ഹൈ തണ്ടർ സ്റ്റോം. ഹൈവ സുധിയുടെ വീട്ടിലുണ്ടായതൊക്കെ സുധിയുടെ വീട്ടിൽ കിട്ടുന്നതൊക്കെ എനിക്ക് കിട്ടുന്നു. ബൈ ദ ബൈ ചുമ അതല്ല, ബൈ ദ ബൈ ഞാൻ ഒരു ചീറ്റും ഓണാക്കിയിട്ടില്ല. കീപ് മൈനിങ്. Mine bro, mine. Mining. Hey. പറഞ്ഞി അടുത്ത് ഇത്രയും കൊബിൾ സ്റ്റോൺ കിട്ടി. ഗായ്സ് ഓളൊന്നും വേണ്ട, ക്രാഫ്റ്റർ മതി. ഞാനൊരു സാപ്പിളും കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി രാവിലെ ആവണം. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഉള്ള ബെനഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു 2 പിക്കാക്സ് ക്രാഫ്റ്റ് ഉണ്ട്. രാത്രിയിൽ നമ്മൾ ഈ എങ്ങോട്ടെങ്കിലൊക്കെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫാനസ് പോകണം. അത് പക്ഷെ നമ്മൾ 3 ദിവസം ഉറങ്ങാതിരുന്നില്ലെങ്കിൽ മാത്രം പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഫസ്റ്റ് അത്രയും കുഴപ്പമൊന്നുമില്ല. പോണ തിന്നുക നോക്കാം തന്നെടാ. അവിടെ എന്തോ ഉണ്ട്, എനിക്കിപ്പോഴേ പോണം. അവിടെ തന്നെയാണ്.
അവിടെ എന്നെ ഉള്ളതെന്ന് എനിക്കറിയണം. പറയൂ. കുറെ ആട്ടും വേണ്ട. എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണോ സ്പൈഡർ കള്ളൻ? ഇപ്പം നമുക്ക് ഗായ്സ് അവിടെ കുറെ ഡയമണ്ടൊക്കെ കാണുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. വിവരമൊന്നുമില്ല. മരം വെച്ച് കത്തിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ സ്പോണായോ? ആടിനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകും. അല്ല പിന്നെ ഇരിക്കുന്ന ഇത് താഴെ പോരുത്. അല്ല വേറൊരു ബ്ലോക്കും ഇല്ല. നമുക്ക് വെള്ളമൊക്കെ വെച്ച് നോക്കിയിട്ട് 2 സ്പൈഡർ ഒന്നല്ല, ഒരു സ്പൈഡർ അവിടെ കാണിക്കുന്നു. കാട്ടെ നോക്കി. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങോട്ട് നിന്ന് എത്തട്ടെ. പിന്നല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. പിന്നെ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ എൻ്റെ ഗെയിം എന്നെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. പിന്നെ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്രക്കേ ഉള്ളൂ. ഓക്കെ, ഒരു ബോൺ മീറ്റ് യൂസ് ചെയ്യേണ്ട. അവിടെ തന്നെ പുതിരത്തേങ്ങ പോലെ വെച്ചേക്കട്ടെ സാധനങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ.